ഇന്ന് രാവിലെ വന്ന ദുരന്ത വാർത്ത. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. വ്യാപകമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അക്രമകാരിയായ ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടിയിൽ റോഡ് ഉപരോധിച്ചു. MLA-യെയും കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും നാട്ടുകാർ തടഞ്ഞു. പോലീസുമായി വാക്കേറ്റമുണ്ടായി. പ്രതിഷേധക്കാരെ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. 5 ലക്ഷം ആദ്യ ഗഡുവായി നൽകാമെന്നും ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റാം എന്നുമുള്ള കളക്ടറുടെ നിർദ്ദേശം തള്ളിയ പ്രതിഷേധക്കാർ അജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അജീഷിന്റെ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ചാലികതയിൽ മതിൽ തകർത്ത് വീട്ടുമുറ്റത്ത് കയറിയ ആനയുടെ ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച വേലൂർ മഗ്ന എന്ന കാട്ടാനയാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത്. ആനയെ മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങി. ചാലികത കോളനിക്ക് 1 കിലോമീറ്റർ അകലെ കുന്നിന്റെ മുകളിലാണ് ആന ഇപ്പോഴുള്ളത്. സജോ ദേവസ്യാണ് ചേരുന്നത് വിവരങ്ങളുമായി. സജോ, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ പല തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ പ്രതിഷേധക്കാർ അത് കൂട്ടാക്കുന്നില്ല. കാരണം നമുക്കറിയാം അവരുടെ ഒരു പ്രശ്നം അത് ഈ ചെറിയ ഒരു രീതിയിൽ ഒന്നും പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു ജീവന്റെ വില എന്നുള്ളതിനപ്പുറത്ത് എത്രയോ ദിവസങ്ങളായി ഇവരുടെ ഈ ഒരു ആശങ്കകൾ ഓരോരുത്തർക്കായി ജീവൻ നഷ്ടമാകുമ്പോഴൊക്കെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. സ്മിത, സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിന്റെ അകത്ത് കളക്ടറുമായി ജനപ്രതിനിധികളും കൊല്ലപ്പെട്ട അജീഷിന്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചർച്ച നടന്ന ഹാളിന് പുറത്തും ആളുകൾ തമ്പടിച്ചിരുന്നു. അവരുടെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെ പോലീസ് ബലപ്രയോഗത്തിന് മുതിർന്നു. അവിടെ അതാണ് വീണ്ടും ഇപ്പോൾ ഒരു തർക്കത്തിനും ബലപ്രയോഗത്തിനും കയ്യാങ്കളിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയത്. പ്രധാനമായും ആളുകളുടെ ഒരു ആവശ്യം, ഒന്ന്, കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിര സർക്കാർ ജോലി നൽകണം എന്നതാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി എന്നതാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം ഈ ആനയെ പിടികൂടി മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണം, അതായത് തുറന്നു വിടാൻ പാടില്ല. ഇതാണ് ആവശ്യം. ഇതിൽ പക്ഷേ കലക്ടർ അറിയിച്ചത് ഉത്തരവായി നൽകാൻ തിങ്കളാഴ്ച ഒരു വിശദമായ യോഗം വിളിക്കുന്നുണ്ട്. ഉത്തരവായി തന്നെ നൽകാൻ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകും, സ്ഥിര നിയമനത്തിന് ശുപാർശയും നൽകും. ഇതാണ് കലക്ടർ അറിയിച്ചത്. പക്ഷേ നാട്ടുകാർ വഴങ്ങിയില്ല. കലക്ടർ ആദ്യഘട്ടത്തിൽ MLA ഉൾപ്പെടെ ഇടപെട്ട് വനം മന്ത്രിയെ കൂടെ ഫോണിൽ വിളിച്ച് ഈ യോഗത്തിനിടെ തന്നെ ചർച്ച നടത്താൻ ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു ശ്രമം കൂടി ഇതേ യോഗം നടക്കുന്ന ഹാളിൽ തന്നെ അത്തരമൊരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, സ്ഥിര ജോലിക്ക് ശുപാർശ നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, ഇതാണ് വേണ്ടത്. മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കലക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അതായത് തിങ്കളാഴ്ച യോഗം വിളിച്ച് എല്ലാം വിശദമായി കേൾക്കും. ഒപ്പം നാട്ടുകാർ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം, കൊല്ലപ്പെട്ട അജിയുടെ കടബാധ്യതകളുണ്ട്, ആ കടബാധ്യത എഴുതിത്തള്ളണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കളക്ടർ പറഞ്ഞത് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതിലും എതിർപ്പ് ഉണ്ടായി. അതോടുകൂടിയാണ് ഇടയ്ക്ക് ഈ ചർച്ചയ്ക്കെത്തിയ ആളുകൾ, അതായത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് വീണ്ടും ജനപ്രതിനിധികളും മറ്റുമൊക്കെ ഇടപെട്ട് അണുനയിപ്പിച്ചു. ഇതിനിടെ ചർച്ച ബഹിഷ്കരിക്കണമെന്നൊക്കെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രതിഷേധം തുടരും. കാര്യം, മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഈ സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെയാണ്. അവിടെയും ആളുകൾ വലിയ തോതിൽ, വലിയ ജനസഞ്ചയം തന്നെ സംഘടിച്ച് വൈകാരികമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിനിടെ പോലീസ് ഒരു ചെറിയ ബലപ്രയോഗത്തിന് മുതിർന്നതാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം നമുക്ക് ഇപ്പോഴും കാണാം. പോലീസുമായി തർക്കിക്കുകയും കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്നതും കാണാം. ആ തർക്കവും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെ ഹാളിനകത്ത് കലക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗം പുരോഗമിക്കുന്നു. കലക്ടർ പറയുന്നത് തനിക്കെടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശമാണ് നൽകിയത് എന്നതാണ്. അത് പ്രധാന
പ്രധാനമായും 10 ലക്ഷം നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകാനുള്ള ശുപാർശ, ആനയെ മയക്കുവെടി വെച്ച് മാറ്റുന്നത് സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാമാണ്. അതേസമയം ഈ ആളുകൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്, അങ്ങനെ ഒരു തുച്ഛമായ നഷ്ടപരിഹാരം ആവശ്യമില്ല, അങ്ങനെ ഒരു തുക വേണ്ട, നൽകുകയാണെങ്കിൽ 50 ലക്ഷം നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അത് സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയുമായോ മന്ത്രിമാരുമായോ ആശയവിനിമയം നടത്തിയതെങ്കിൽ സമയമെടുത്ത് ആശയവിനിമയം നടത്തിക്കൊള്ളൂ, 50 ലക്ഷം അല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്, ബന്ധുക്കൾ പറയുന്നത്. ജോലിയുടെ കാര്യത്തിൽ ശുപാർശ ഉത്തരവ് നൽകാമെന്നത് രേഖപ്പെടുത്തണം, തീരുമാനമായി കലക്ടർ പ്രഖ്യാപിക്കണം. കടബാധ്യത എഴുതിത്തള്ളാനുള്ള തീരുമാനം, അതായത് അദ്ദേഹത്തിനുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനവും പറയണം എന്നിങ്ങനെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഇതല്ലാതെ ഒരു വിട്ടുവീഴ്ചയില്ല, ഇതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു പുറകോട്ട് പോക്കില്ല എന്നതാണ്. പിന്നീടാണ് വനം മന്ത്രി ലെവലിൽ ഒരു പ്രാഥമിക ആശയവിനിമയം നടത്തിയെങ്കിലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം, അതിനൊരു തീരുമാനം ഉണ്ടായില്ല. MLA അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുമായും ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഇപ്പോൾ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതാണ് നാട്ടുകാർ പറയുന്നത്. 10 ലക്ഷം തീരുമാനമെടുക്കാം എന്ന വാഗ്ദാനം അംഗീകരിച്ച് ഈ ചർച്ചയിൽ ഒരു തീരുമാനം, ഒരു സമവായം വേണ്ട, അങ്ങനെ ഒരു ധാരണ വേണ്ട. അങ്ങനെ ഈ ഒരു ജീവന്റെ വില തുച്ഛമായ 10 ലക്ഷം നൽകി പറ്റിക്കാനുള്ള ശ്രമമാണ്. അത് കുറെ കണ്ടതാണ്, കുറെ മനുഷ്യജീവനുകൾ പൊലിഞ്ഞതാണ്. ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, വഴങ്ങില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു നാട്ടുകാർ. കാരണം രാവിലെ മുതൽ ഈ സംഭവം നടന്നതിന് പിന്നാലെ തമ്പടിച്ച വലിയ ജനാവലിയുണ്ട്. അവർ നേരത്തെ മാനന്തവാടി നഗരത്തിലും റോഡിലും ഏറ്റവും ഒടുവിൽ ഇങ്ങോട്ടേക്ക് സബ് കളക്ടേഴ്സ് ഓഫീസ് കോമ്പൗണ്ടിലേക്കും ഒക്കെ എത്തി പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്നത് അതാണ്. ഇനിയും ഇതുപോലെ അനവധി മനുഷ്യജീവനുകൾ പൊലിയും. അന്നെല്ലാം ഇതുപോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളുമായി അധികൃതർ വരും, അധികാരികൾ വരും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇതൊരു തുടക്കമാണ്. ഈ അസാധാരണമായ, അപൂർവമായ, ഇതിനു മുമ്പ് ഈ മാനന്തവാടി സബ് കളക്ടർ ഓഫീസ് സാക്ഷ്യം വഹിക്കാത്ത അസാധാരണമായ സമരമാണ്. അതിനു മുൻപിൽ പോലീസ് അടക്കം, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം, കളക്ടർ അടക്കം, SP അടക്കം പതറിപ്പോകുന്ന നില വന്നു. ഇത്ര വലിയ പ്രതിഷേധത്തെ അവരും മുൻകൂട്ടി കണ്ടില്ല എന്നതാണ്. ഇനിയും ഇക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം അംഗീകരിപ്പിച്ചാൽ മാത്രമേ ഉത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 50 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമ്പോൾ ജാഗ്രതയുണ്ടാകും, അവർ ഉണർന്ന് പ്രവർത്തിക്കും. ഒരു ജീവന് ഇത്രയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്ന ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒന്നാമത്തെയല്ല, രണ്ടാമത്തെയല്ല, അനവധി മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ നഷ്ടമായി. അപ്പോഴൊക്കെ പ്രതിഷേധമുണ്ടായി, ഉറപ്പുകൾ പറഞ്ഞു, പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇതങ്ങനെയല്ല, ഈ പ്രതിഷേധം തീരില്ല ഈ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ, ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ എന്ന് നാട്ടുകാർ പറയുന്നു. അതാണ് കലക്ടറുടെ നിർദ്ദേശങ്ങൾ അവർ തള്ളിയത്. അവർ ഇപ്പോഴും പ്രതിഷേധിക്കുന്നു. 50 ലക്ഷം രൂപ തന്നെ നഷ്ടപരിഹാരം വേണം, ഒപ്പം കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാം എന്ന് കലക്ടർ, താൽക്കാലിക ജോലിക്കുള്ള ശുപാർശ നൽകാമെന്ന് കലക്ടർ സമ്മതിച്ചു. അത് ആദ്യം താൽക്കാലിക ജോലി നൽകും, പിന്നീട് സ്ഥിര ജോലിക്ക് ശുപാർശ നൽകും, അതായത് സ്ഥിര ജോലി തന്നെ ലഭിക്കും. പിന്നെയുള്ളത് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലുള്ള തർക്കമാണ്, മറ്റൊന്ന് കടബാധ്യതയുമായി ബന്ധപ്പെട്ടതാണ്, അത് പരിശോധിക്കാമെന്ന് കലക്ടർ പറയുന്നു. പിന്നെയുള്ളത് ഈ 50 ലക്ഷമാണ്. ആ 50 ലക്ഷത്തിന്റെ കാര്യത്തിൽ കലക്ടർ ലെവലിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ആരുമായി വേണമെങ്കിലും കൂടിയാലോചന നടത്തിക്കോളൂ, തീരുമാനമാക്കിയിട്ട് പറഞ്ഞാൽ മതി. അതുവരെ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാകും. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധ ജ്വാല എന്ന് പറയാം. രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ്. കുറച്ചാളുകൾ വരുന്നു, പ്രതിഷേധം, അതിനുശേഷം ഇങ്ങനെ അവിടെ നിന്നെല്ലാം പ്രദേശവാസികളെല്ലാം ചേരുന്നു. ആ പ്രതിഷേധം ജ്വാല അതിങ്ങനെ ആളിപ്പടരുകയാണ്. ഇന്നിപ്പോൾ ഉച്ച സമയം കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വിജയം കൈവരിക്കുന്നില്ല, ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്നുകൂടി നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്ത്, ഈ ദൃശ്യങ്ങൾ വീണ്ടും കാണുമ്പോൾ നിസ്സഹായനായ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിട്ടും കാര്യം നടന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതിഷേധം അത് നമ്മൾ കണ്ടേ മതിയാകും, അത് അധികൃതർ കണ്ടേ മതിയാകും. അവർ പറയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യജീവന്റെ വില അത് ഇത്ര തുച്ഛമായ തുക എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തീർച്ചയായിട്ടും കൃത്യമായ പരിഹാരം, അതിന് ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള അവരുടെ ആവശ്യം അതെത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ നടപടികൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിഷേധം അത് അവസാനിപ്പിക്കാൻ ഏത് രീതിയിലാണ് കാര്യങ്ങൾ നീക്കേണ്ടത്, അതുമായി മുന്നോട്ട് പോയേ പറ്റൂ. അഭിജിത്ത് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പ്രതിഷേധം വലിയ ശക്തമായി തന്നെ അങ്ങനെ നടക്കുകയാണല്ലേ?
തീർച്ചയായും സ്മിത, ഞാനിപ്പോൾ ഉള്ളത് സബ് കളക്ടർ ഓഫീസിന് മുൻവശത്താണ്. ഇവിടെ കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഈ ഒരു പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ ദുഃഖവും, അവരുടെ എല്ലാ രോഷവും അവരുടെ പ്രതിഷേധത്തിലും അവരുടെ വാക്കുകളിലും നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് തങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഈ പ്രതിഷേധക്കാർ പറയുന്നത്. അവർ പ്രധാനമായും ചില നിബന്ധനകൾ, ചില ഉപാധികൾ ഈ ജില്ലാ ഭരണകൂടത്തിനോടക്കം മുന്നോട്ട് വച്ചിരുന്നു. അതിലൊന്ന് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട്, ഈ ജോലി, ഈ കൊല്ലപ്പെട്ട അജിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ ഈ 3 സംഭവങ്ങളിലാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളിലാണ് അവർ പ്രധാനമായും ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ആ 3 ഉപാധികളിൽ ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടികൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാം, ഒപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലികമായി ജോലി നൽകാം, കൂടാതെ ഈ ആനയെ, ഈ ഉപദ്രവകാരിയായ ഈ അജിയുടെ ജീവനെടുത്ത ആനയെ പിടികൂടി മുത്തങ്ങ വനത്തിലേക്ക് അയക്കാം. ഈ 3 കാര്യങ്ങളിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലടക്കം തങ്ങൾ തൃപ്തരല്ല എന്നുള്ളൊരു മറുപടിയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാതെ തങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നവർ തീർത്തു പറയുകയാണ്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുകൊണ്ട് കേവലം 10 ലക്ഷം രൂപ നൽകി ഇതിനെ ലഘൂകരിച്ച് കാണാൻ തങ്ങൾ നിലവിൽ തയ്യാറല്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം, തങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ പ്രതിഷേധക്കാർ പറയുകയാണ്. നേരത്തെ ഈ ഒരു പാതയിൽ, ഈ മാനന്തവാടി റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാരുടെ സമരം. വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ ഒരു പ്രതിഷേധം മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് ഈ സബ് കളക്ടറുടെ ഓഫീസിൽ വെച്ച് ഈ കളക്ടറുടെയും ഒപ്പം തന്നെ ഈ അജിയുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി ഒരു ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിലാണ് ചില കാര്യങ്ങൾ ഈ ബന്ധപ്പെട്ടവരോട് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലടക്കം ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിലാണ് നിലവിൽ ഒരു മറുപടി കളക്ടറുടെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇവർ അതിൽ തൃപ്തരല്ല. അതിന് ഇവർക്ക് ഇവരുടേതായ കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ രീതിയിലുള്ള ഒരു വന്യമൃഗശല്യം അനുഭവിക്കുന്നവരാണിവർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന തന്നെ ഈ ജനങ്ങൾക്കിടയിലേക്ക്, മാനന്തവാടി ടൗണിനെ മൊത്തം വിറപ്പിച്ചുകൊണ്ടെത്തിയത്. പിന്നീട് അതിനെ മയക്കുവെടി വെക്കുന്നു, അത് ചരിഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിനിടയിൽ തന്നെ കടുവകൾ ഇറങ്ങുന്ന, പുലികൾ ഇറങ്ങുന്ന, കാട്ടുപോത്തിറങ്ങുന്ന, അങ്ങനെ മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ വന്യമൃഗശല്യത്തിന്റെ വലിയ രീതിയിലുള്ള ദുരന്തം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണിവർ. ആ രീതിയിലുള്ള ദുരിതം ഇനി അങ്ങോട്ടുള്ള കാലത്ത് വരും കാലത്ത് തങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു ഉപദ്രവം വന്യമൃഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ തങ്ങൾ ഈ രീതിയിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് പുറകോട്ട് പോകൂ എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രതിഷേധം മുന്നോട്ട് നീങ്ങുന്നത്. ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് ഇവർ നിലവിൽ സബ് കളക്ടർ ഓഫീസിൽ നിന്നും ഈ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകളായി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള മാനന്തവാടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് മാനന്തവാടി സാക്ഷ്യം വഹിച്ചത്. പലതരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ, ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രതിഷേധക്കാർ അതിനൊന്നും വഴങ്ങാതെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അത് കൃത്യമായി തന്നെ ആ ആവശ്യങ്ങൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇന്ന് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് സബ് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ കൂടിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തും, ഇടവേളയ്ക്ക് ശേഷം. മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അജീഷിന്റെ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിക്കുന്നു. ചാലിഗദ്ദയിലെ വീട്ടിൽ മതിൽ തകർത്ത് വീട്ടുമുറ്റത്ത് കയറിയ ആനയുടെ ആക്രമണത്തിലാണ് ഇന്ന് രാവിലെ അജീഷ് കൊല്ലപ്പെട്ടത്. കർണാടക വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ബേലൂർ മഗ്ന എന്ന കാട്ടാനയാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത്. വീടിന് പരിസരത്ത് തന്നെയാണ് കിഷോർ തോമസ് ഉള്ളത്. കിഷോർ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ വലിയ ദുഃഖമുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ ആശങ്കയുണ്ടാക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞിരിക്കുന്നു, വീട്ടുമുറ്റത്തേക്ക് ആന കടന്നു വന്ന് ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വലിയ പ്രതിഷേധ ജ്വാല അതിനു കാരണവും അതുതന്നെയാണ്.
ഇനിയിപ്പോൾ ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാൻ അവർക്ക് പറ്റില്ല. കാരണം എത്രയോ കാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ളത്. അവിടെയുള്ള ജനങ്ങൾ അവരുടെ ഒരു വിഷമം, ഈ ദൃശ്യങ്ങൾ നേരിൽ കാണേണ്ടി വന്ന അവരുടെ ഒരു അവസ്ഥ, അതൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതിനുമൊക്കെ അപ്പുറത്താണ്. കിഷോർ ഇപ്പോൾ അവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ടോ? ഒരു വശത്ത് പ്രതിഷേധം അങ്ങനെ ശക്തമാവുകയാണ്. സ്മിത, നമ്മളിപ്പോൾ കൃത്യം സംഭവം നടന്ന അതേ വീട്ടിൽ തന്നെയാണുള്ളത്. ആ വീട്ടിൽ നമ്മുടെ തൊട്ടുപുറകിൽ കാണാം, ഇതിലെയാണ് ആന ഓടി അപ്പുറത്തേക്ക് പോയത്. ആന ഈ പറയുന്ന മുകളിലെ കാട്ടിലേക്ക് പോയത് ഈ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ ആശങ്കയിൽ തന്നെയാണ്. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ കഴിഞ്ഞുകൂട്ടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ പലരും, ഈ പ്രദേശത്തുള്ള ഒരുപാട് ജനങ്ങൾ അവർ മാനന്തവാടിയിലേക്ക് പോവുകയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗം ഇത്രമാത്രം ശക്തമായൊരു പ്രതിഷേധം നടത്താൻ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാനയുടെ മറ്റു വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. കാരണം ഇതിനു മുമ്പ് കരടി ഇറങ്ങിയപ്പോഴും പുലി ഇറങ്ങിയപ്പോഴും ഇതിനു മുമ്പ് തന്നെ തണ്ണീർ കൊമ്പൻ ഇറങ്ങിയപ്പോഴും ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം പഴയപടി പോലെ തന്നെയാണ്. ഇന്നൊരാളുടെ ജീവനെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ വന്നെത്തിച്ചു എന്നത് പലരുടെയും അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ്, ഭരണാധികാരികളുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ ജ്വാല ഇത്രത്തോളം കത്തിജ്വലിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ കുറേ പേരൊക്കെ മാനന്തവാടിയിലേക്ക് എത്തുകയും മറ്റുള്ളവർ പേടി കൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ അത്രമാത്രം വേദനയുള്ള ഒരു സാഹചര്യമാണ് നമുക്കൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ പ്രദേശത്ത് ആന ഇതുപോലൊരു സംഭവം ഇതാദ്യമായാണ്. ആന ഇറങ്ങുന്നൊരു പ്രദേശമാണെങ്കിൽ തന്നെ എത്രത്തോളം വൈകാരികതയോടെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ പുലരുമ്പോഴും കറുത്ത അധ്യായങ്ങളായി മാറുകയാണ്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള അതിർവരമ്പുകൾ തിരിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ല. കുഞ്ഞാട്ടൻ്റെ മകൻ്റെ മരണം എന്ന് പറയുന്നത് അതിദാരുണമാണ്. രാവിലെ 7 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 7 മണിക്ക് ഇത്തരത്തിൽ കാട്ടാന വന്ന് ഒരു മനുഷ്യനെ മൃഗീയമായി കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മനസാക്ഷിയടക്കം വളരെയധികം വേദനിപ്പിക്കുന്നു. അത്രത്തോളം വേദനയിൽ തന്നെയാണ് ഇവരുള്ളത്. നമുക്കിപ്പോൾ കിട്ടുന്ന മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുങ്കിയാനയെ മുത്തങ്ങയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചാലുക്കം എന്ന് പറയുന്ന ഈ കുന്നിൻ്റെ മുകളിൽ ആന ഇപ്പോഴും കഴിഞ്ഞ ഒരു 2 മണിക്കൂറോളമായി അവിടെ തന്നെയാണുള്ളത്. അവിടെ നിന്ന് മയക്കുവെടി വെക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ വനപാലകരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് എത്തിപ്പെടുക, അവിടെ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നതൊരല്പം വിഷമകരമായ കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉള്ളത്. ഈ പ്രദേശം മുഴുവൻ, ഈ പടമല പ്രദേശം മുഴുവൻ അത്രമാത്രം ദുഃഖത്തിൽ തന്നെയാണ്. കാരണം അവരുടെ ഏറെ പ്രിയപ്പെട്ട, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന, അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു, കാട്ടാനയുടെ ആക്രമണത്തിൽ കീഴടങ്ങുന്നു എന്നത് അവർ ഇതിലും വലിയ പ്രതിഷേധ ജ്വാല ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇപ്പോൾ നമ്മളുള്ളത് ഈ അപകടം നടന്ന, ഈ മരണം സംഭവിച്ച അജീഷിൻ്റെ മരണത്തിന് കാരണമായ അതേ വീട്ടിൽ സംഭവം നടന്ന അതേ പ്രദേശത്ത് തന്നെയാണ്. പ്രതിഷേധം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രതിഷേധങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ ആന ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാലുക്കം മലമുകളിൽ കഴിഞ്ഞ 2 മണിക്കൂറായി നിലയുറപ്പിക്കുന്നു. അവിടെ നിന്നും മയക്കുപടി വെച്ച് മുത്തങ്ങയിലേക്ക് ആനയെ കൊണ്ടുപോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുവേണ്ടി മുത്തങ്ങയിൽ നിന്നും കുങ്കി ആനകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, കിഷോർ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് മാനന്തവാടിയിൽ പല ഇടങ്ങളിലായുള്ള പ്രതിഷേധം. ഇപ്പോൾ ഏകദേശം എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ശക്തമാകുന്നു. അഭിജിത്ത് മുഴക്കുന്നും സജോ ദേവസിയും അവിടെ നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് ആദ്യം പോവുകയാണ്. അഭിജിത്ത്, 3:30 ആകുന്നു, ചർച്ചകൾ നടക്കുന്നു, നഷ്ടപരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒന്നും അങ്ങനെ അങ്ങ് ശരിയാകുന്നില്ല, പ്രതിഷേധം ശക്തമാകുന്നു. ഇപ്പോഴും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണോ നടക്കുന്നത്? വീണ്ടും ഈ അനുനയ ശ്രമങ്ങൾ, നീക്കങ്ങൾ ഓഫീസിനകത്ത് അത് നടക്കുന്നുണ്ടോ?
തീർച്ചയായും സ്മിത, ഈ ഒരു പ്രതിഷേധത്തിന് നിലവിൽ അയവില്ല. കഴിഞ്ഞ മണിക്കൂറുകളായി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും സബ് കളക്ടർ ഓഫീസിന്റെ പരിസരത്ത് തുടരുകയാണ്. ഒരു ഭാഗത്ത് ഈ കളക്ടർ വിളിച്ച ആ ഒരു അനുനയ ചർച്ച, ഈ നഷ്ടപരിഹാരമൊക്കെയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതൊരു വശത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധവും നടന്നു വരികയാണ്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ ഒരു പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാര തുകയിലടക്കം തങ്ങളുടെ ഉപാധികൾ, തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന കാര്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. നിലവിൽ ഇവർ സബ് കളക്ടർ ഓഫീസിന് മുൻവശത്തെ വാതിൽ തള്ളിത്തുറക്കാനുള്ള ഒരു ശ്രമം ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്രയധികം രോഷാകുലരാണ്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അജിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അത് ഈ സബ് കളക്ടർ ഓഫീസിന്റെ വാതിലുകളെല്ലാം തന്നെ പോലീസിന്റെ ബന്ദോബസ്തിലാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ അവിടെ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മറികടന്ന് ഈ അനുനയ നീക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഭാഗത്തേക്ക് എത്താനാണ് പ്രതിഷേധക്കാർ നിലവിൽ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസിന്റെ നേതൃത്വത്തിൽ അത് തടയുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. ഈ നഷ്ടപരിഹാര തുകയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണം. 50 ലക്ഷം എന്ന ആവശ്യം ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ 50 ലക്ഷം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഇവർ പ്രധാനമായും വ്യക്തമാക്കുന്ന ഒരു കാര്യം. കേവലം 10 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഈ ഒരു സംഭവത്തെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഇവർ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ആനയെ മയക്കുവെടിവെച്ച് കാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉടനടി ഒരു തീരുമാനമുണ്ടാകണം. നിലവിൽ മയക്കുവെടി വെക്കുന്നതിനാവശ്യമായ അതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അധികൃതർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കൂടാതെ തന്നെ ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഈ സബ് കളക്ടർ ഓഫീസിന്റെ സൈഡിൽ സബ് കളക്ടർ ഓഫീസിന് സമീപത്തായി ഉണ്ടാകുന്നുണ്ട്. ചിലർ ഈ പോലീസ് തീർത്ത പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കടക്കാനുള്ള ഒരു ശ്രമം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സബ് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധം, അത് പ്രതിഷേധക്കാർ സബ് കളക്ടർ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമം, അത് പോലീസുകാർ തടയുന്നു. അതിനിടയിൽ ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം, പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നു. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങിയ പ്രതിഷേധക്കാർ അങ്ങനെ ലാത്തി പിടിച്ചു വാങ്ങുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. വലിയ പ്രതിഷേധം തന്നെ അങ്ങനെ നടക്കുന്നു. നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞ തുക അത് വളരെ നിസ്സാരമായ ഒരു തുകയാണ്. അത് ഒരു ജീവന്റെ വിലയായി ആ രൂപയിൽ നിർത്താൻ കഴിയില്ല. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം ആ കുടുംബത്തിന്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലി, ഈ ആവശ്യങ്ങളെല്ലാം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കാലങ്ങളായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതിന് ഇതുവരെ ഒരു പരിഹാരമാകാത്തത് കൊണ്ട് ഒരു ജീവൻ കൂടി ഇന്ന് ഈ പ്രഭാതത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. ഇനിയൊരു ജീവൻ പൊലിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ശക്തമായ നടപടികൾ വേണം. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഈ പ്രതിഷേധത്തിൽ അവർ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും ആ രീതിയിലാണ്. ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെയുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം, അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അഭിജിത്ത് മുഴക്കുന്നും സജോ ദേവസ്യയും കിഷോർ തോമസും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് വീണ്ടും പോകുന്നു. അഭിജിത്ത്, ചെറിയൊരു സംഘർഷമുണ്ടായെങ്കിലും ഇപ്പോൾ എന്തോ ഒരു പ്രതിഷേധക്കാർക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടി എന്ന് കരുതാൻ കഴിയുമോ? സ്മിത, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആ രീതിയിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു എന്നാണ് നമ്മൾ ഈ നിമിഷം വരെ മനസ്സിലാക്കുന്നത്. വരും മിനിറ്റുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ ഈ സംഘർഷം, ഈ ഒരു പ്രതിഷേധം അത് ഈ സബ് കളക്ടർ ഓഫീസിന്റെ മുൻവശത്ത് തന്നെ തുടരുന്നുണ്ട്. ഈ മൃതദേഹവുമായി എത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്.
പക്ഷേ അതിനൊന്നും അവർ വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അതിൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. സംസാരിക്കുന്നുണ്ട്, അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഈ അനുനയ ശ്രമങ്ങൾ നടക്കുന്നു, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ തന്നെ സന്ദർഭങ്ങളിൽ അതൊരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാരുമായി ഒരു അനുനയ ശ്രമം കൂടി നടത്തി നോക്കുകയാണോ? സ്മിത, ഇക്കാര്യത്തിൽ ആളുകളുടെ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ ചർച്ചയിൽ കലക്ടറുടെ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ്. മറ്റൊന്ന്, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിര ജോലി. ഇതിൽ പക്ഷേ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാം. ഒപ്പം ഈ 50 ലക്ഷം പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമില്ല. അത് കലക്ടറുടെ ലെവലിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുമില്ല. കലക്ടർ പറഞ്ഞത് തിങ്കളാഴ്ച 5 ലക്ഷം രൂപ നൽകും. അതിനുശേഷം മറ്റൊരു 5 ലക്ഷം രൂപയെ സമയമെടുത്താണ് നൽകുക. അതായത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്താം. ഇപ്പോൾ താൽക്കാലിക ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് അതും തിങ്കളാഴ്ച തീരുമാനമെടുക്കാവുന്നതാണ്. അതേസമയം എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രി മാധ്യമങ്ങളെ വരുന്ന ഘട്ടങ്ങൾ ഇതൊക്കെ, പക്ഷേ അത് നേരത്തെയും ഞാൻ പറഞ്ഞ പോലെ അത് പടിപടിയായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തില്ലെങ്കിൽ കോടതിയിൽ ഞങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കയ്യും കെട്ടി നിന്ന് ഉത്തരം പറയേണ്ട ഒരു സ്ഥിതി ഇപ്പോഴും നിലവിലുള്ളത് കൊണ്ടാണ് അതിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കോടതിയിൽ നിന്നും ഒരു വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ പറ്റിയ വിധത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ആ നടപടികളെല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ രണ്ടും ഒരേപോലെ നടക്കുകയാണ്. ഒന്ന്, സമരം തീർക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും ആനയെ പിടികൂടാനുള്ള ഫലപ്രദമായ നടപടിക്രമങ്ങളും രണ്ടും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രണ്ടിലും തൃപ്തികരമായ വണ്ണം വിജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ വികാരം പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും വികാരപരമായി നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. പക്വതയോടുകൂടിയ പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ, ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറാകണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു മാസത്തോളമായിട്ട് ആന ആ മേഖലയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ട്രാക്ക് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. അല്ല, ആരോപണങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ മറുപടി പറയേണ്ട. നമ്മളിപ്പം വേണ്ടത് പ്രശ്നം പരിഹരിക്കലാണല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യം. ഒന്ന്, കാട്ടാനയുടെ സ്വൈരവിഹാരം തടയണം. രണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ രണ്ട് വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചയാണ് നമുക്ക് ഇന്ന് നല്ലത്. ബാക്കി നമ്മൾ നാളെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ. കർണാടക വനംവകുപ്പിനെ ആരാ പഴി ചാരിയത്? ഇല്ല, നേരത്തെ അല്ല, വീഴ്ച പറ്റി. ഞാനെന്താ പറഞ്ഞത്? ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തി പങ്കെടുക്കുന്ന മേഖലയാണ്. സ്വാഭാവികമായും സിഗ്നൽ ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിന് തന്നെ ചില സ്ഥലത്ത് റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ആ സിഗ്നലിൻ്റെ വീഴ്ച വന്നാൽ അതാരുടെയെങ്കിലും കർണാടകത്തിൻ്റെ കുറ്റമോ കേരളത്തിൻ്റെ കുറ്റമോ ആരുടെയെങ്കിലും കുറ്റമല്ലല്ലോ. അത് അതിൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഞാൻ അത്രയും രാവിലെയും പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്കത് പരിശോധിച്ച് ചെയ്യാൻ സമയമുണ്ടല്ലോ. നമ്മളിപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതിലുടങ്ങിയ ആരോപണങ്ങളും വിമർശനങ്ങളുമല്ല, പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ സമയം വരെയും ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിലും ആ ശ്രമമാണ് നടത്തുക. അല്ല, മിനിസ്റ്ററുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. അവരുമായി അവർ കൂടിയിരുന്ന് ആലോചിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു ആവശ്യം ഈ സമരത്തിൻ്റെ ഭാഗമായല്ല, വയനാട് സന്ദർശിക്കുന്നതിനും വയനാട്ടിലെ വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഞാൻ സദാസന്നദ്ധനാണ്. അതിലൊന്നും ഒരു വീഴ്ചയും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോകാറുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഇനിയും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പോയി ചർച്ച നടത്തുന്നതാണ് എപ്പോഴും നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾ വികാരപരമായി നിൽക്കുന്ന സമയത്ത് യുക്തിസഹമായ പക്വമായ ഒരു ചർച്ച നടത്തുന്നത് സാധാരണ നിലയിൽ പ്രയോജനം ചെയ്യുകയില്ല. അവിടെ പ്രയോജനകരമായ ചർച്ചകൾ നടത്താൻ ഞാൻ എന്നും ഒരുക്കമാണ്. ഈ കാര്യത്തിലും അതിന് സന്നദ്ധനാണ്. അല്ല, ആകെ 10 ലക്ഷം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുടുംബത്തിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാമെന്ന് നേരത്തെ പറഞ്ഞു. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്ക് യു.
വനം മന്ത്രി A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാനന്തവാടിയിൽ പ്രതിഷേധം എങ്ങനെയെങ്കിലും ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആനയെ മയക്കുവെടി വയ്ക്കുക. ആന അവിടെ അങ്ങനെ സ്വൈരവിഹാരം നടത്തിയാൽ അത് തീർച്ചയായിട്ടും പ്രദേശവാസികൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കും. ആശങ്ക അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി നടപ്പിലാക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധം തുടർന്നു പോകാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ജില്ലാ ഭരണകൂടവും അതിന് ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും വനമന്ത്രി പറഞ്ഞു. തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം ആണ് നടക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ്. സജോ ദേവസ്യയും അഭിജിത്ത് മുഴക്കുന്നും അവിടെ നിന്ന് ചേരുന്നുണ്ട്. സജോ ദേവസ്യയിലേക്കാണ് പോകുന്നത്. സജോ, ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി പറയുകയായിരുന്നു, ഈ വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ അനുനയ നീക്കങ്ങൾക്കായി ചർച്ചകൾക്കായി മന്ത്രി അവിടെ എത്തുന്നതിൽ കാര്യമില്ല. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അധികൃതരുമായിട്ടൊക്കെ. ഏതെല്ലാം കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് എത്താനും തയ്യാറാണ്. പക്ഷേ ഈ വലിയ വൈകാരികമായ പ്രതികരണം ആ രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അനുനയ ശ്രമങ്ങൾ അതൊരു ബുദ്ധിപൂർവ്വം വിവേകപൂർവമായ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ തീർച്ചയായിട്ടും പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന് പറയുന്നു. സജോ, ഇപ്പോഴും പ്രതിഷേധക്കാർ വലിയ ശക്തമായ പ്രതിഷേധവുമായി തന്നെ അവിടെ തുടരുകയാണ്. സ്മിത, ഞാൻ ഇപ്പോഴും ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പം എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ കലക്ടറുടെ മുന്നിൽ വെച്ചത്? നമ്മൾ രാവിലെ 7:15 ആരംഭിച്ച പ്രതിഷേധമാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ മുമ്പ് ആരംഭിച്ച ചർച്ചയിൽ ആ കുടുംബാംഗങ്ങളാണ് ആദ്യം ക്ലെയിം വെച്ചത്. അവർ വെച്ചിരിക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടണം. ആ കുടുംബം ചുമതലപ്പെടുത്തുന്ന ഒരാൾക്ക് സ്ഥിര ജോലി കിട്ടണം. അവരുടെ കാർഷികേതര ഘടകങ്ങൾ എഴുതി തള്ളണം.
അതോടൊപ്പം തന്നെ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കണം. ഇതിൽ ഇപ്പോൾ ഉണ്ടായ തീരുമാനമെന്ന് പറയുന്നത് വയനാട്ടിലെ ഇന്നേ വരെ കണ്ടിട്ടുള്ളത് പോലെ ഒരു നോർമൽ ചർച്ച. ആ ചർച്ചയിൽ കലക്ടർ പറഞ്ഞത് 5 ലക്ഷം രൂപ തിങ്കളാഴ്ച കൊടുക്കാമെന്നും 5 ലക്ഷം രൂപ സമയം ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് CCFന്റെ ഫണ്ടിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ പതിവ് പല്ലവിയാണ്. തിരുനെല്ലിയിലും നൂൽപ്പുഴയിലും പുതുശ്ശേരിയിലും വെള്ളമുണ്ടയിലും കാട്ടിക്കുളത്തുമൊക്കെ നിരന്തരം കേൾക്കുന്ന പതിവ് പല്ലവിയാണ്. ഇത്രയേറെ ഒരു വീടിനകത്ത് രക്ഷ പ്രാപിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു കർഷക കുടിയേറ്റ കുടുംബത്തിന്റെ നട്ടലായ ഒരു ചെറുപ്പക്കാരൻ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സ്നേഹിതൻ, ഒരു സംഘടനാ പ്രവർത്തകൻ കൂടിയായ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെ ഔദ്യോഗിക നേതൃത്വം, ഇവിടുത്തെ ജില്ലാ ഭരണകൂടം, മറ്റൊന്നും പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല, ജില്ലാ നേതൃത്വവും വനം വകുപ്പിന്റെയും ബോധപൂർവമായ കൊലപാതകമാണ്. 5 മണിക്ക് ആനയെ വെള്ളിയൂർക്കാവിൽ ട്രേസ് ചെയ്തവരാണ് വനം വകുപ്പ്. കുറുക്കമ്മൂലയിലും ചെറുവൂരിലും ഏറ്റവും അവസാനം ചാലിക്കത്തെത്തുന്നത് വരെ ഒരു അവയർനെസ് കൊടുക്കാൻ, ഒരു മൈക്ക് അനൗൺസ്മെന്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാധ്യമവുമാണ് മാനന്തവാടിയിലെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണകൂടത്തിന്റെ വനം വകുപ്പിന്റെ കൊലപാതകമാണ്. പ്രതിഷേധം ഒരു കാരണവശാലും തീരില്ല. പിന്നീട് 5 ലക്ഷം രൂപ പിന്നീട് CCFന്റെ ഫണ്ടിൽ നിന്നും അനുവദിക്കാം. താൽക്കാലിക ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ഈ അപകടം നടന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറം 2017 മാർച്ച് മാസം 4-ാം തീയതി കൊല്ലപ്പെട്ട പാറക്കൽ ശശിയുടെ മകൻ മാനന്തവാടി DFOയുടെ ഡ്രൈവറായി ഇപ്പോഴും താൽക്കാലിക ജോലി ചെയ്യുന്നു. 50 വാര അപ്പുറത്ത് ആ ചെറുപ്പക്കാരനുണ്ട്. ഉണ്ണി എന്നാണ് പേര്. താൽക്കാലിക ജോലി. കാര്യത്തിൽ ശുപാർശയ്ക്ക് ഉറപ്പ് വേണം. ഇന്നേ വരെ ഉറപ്പില്ല. കളക്ടർ എന്താ പറയുന്നത്? നിസ്സഹായാവസ്ഥ പറയും. കളക്ടർ നിസ്സഹായാവസ്ഥയായി വയനാടിന്റെ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യേണ്ട, എന്റെയും നിങ്ങളുടെയും രക്ഷ കൈകാര്യം ചെയ്യേണ്ട കളക്ടർ ഞാൻ ദുർബലയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് മാനന്തവാടിയിലെ പൊതു ചർച്ചയിൽ കാണാൻ സാധിച്ചത്. ചെയ്യാൻ പറ്റുന്നത് ആദ്യം 5 ലക്ഷം തരിക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് മാനന്തവാടിയിലെ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ അവർക്ക് തരാവുന്ന ഫണ്ടാണ്. അതിവിടെ നിയമമാണ്. ആ നിയമത്തെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒരു 25 ലക്ഷം രൂപ പോലും പ്രഖ്യാപിക്കാൻ ഞങ്ങൾ 50 പറഞ്ഞു. 50 ഗവൺമെന്റിലേക്ക് വെക്കട്ടെ, 25 ഇപ്പോൾ പ്രഖ്യാപിക്കട്ടെ, 50 ലക്ഷം തന്നെ കൊടുക്കണം. ഞങ്ങൾ ക്ലെയിം അതാണ്. അതിനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ഒരു കലക്ടറും ഭരണകൂടവുമാണ് അവിടെ ഇരിക്കുന്നത്. സ്ഥിരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ ഒരാളെന്ന നിലയിൽ, കുറുക്കമ്മൂല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് പതിവ് നാടകമായി തന്നെ കാണാൻ സാധിക്കൂ. ഒരു പുരോഗതിയുമില്ല. ഈ നിൽക്കുന്ന ആയിരങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന വയനാട് ജില്ലാ ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കേവലം 80 കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ അല്ലെങ്കിൽ ബാലുശ്ശേരിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ മന്ത്രി ഈ ജില്ലയിലേക്ക് കടന്നു വരാതെ ഒരുപക്ഷെ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ അതിന് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനല്ല എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ്, പറയാതെ പറയുകയാണ് എന്ന് കൃത്യമായി ആരോപിക്കാൻ ഞങ്ങൾ മറ്റൊന്നിലേക്കും പോകുന്നില്ല. പക്ഷേ കളക്ടർ അവരുടെ ഒരു പരിമിതി പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിമിതിയുണ്ട്. സർക്കാർ തലത്തിലാണ് ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ, മുഖ്യമന്ത്രി തലത്തിൽ കാലാവധി നടക്കേണ്ടത്. സുൽത്താൻ ബത്തേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ നിയമങ്ങളൊക്കെ അമെൻമെന്റ് നടത്തിക്കൊണ്ട് അന്ന് കൃത്യമായി അവിടെ 30 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തിന്. ഇത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് 2014 നിൽക്കുന്ന കോമ്പൻസേഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ജമിനാപ്പേരി ആടിന് 15,000 രൂപ, ഒരു HF പശുവിന് 30,000 രൂപ, പശുവിന്റെ വില 1 ലക്ഷം, മനുഷ്യന് വില നമുക്ക് വിലമതിക്കാൻ സാധിക്കില്ല. അത്രയേറെ ദൈന്യത നിറഞ്ഞ 2014 നിയമം കൊണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ ആ നിയമത്തിന്റെ ചുവട് പിടിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. അതാണ് കൃത്യമായി അവർ സൂചിപ്പിക്കുന്നത്. അതായത് ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രതിഷേധം ഇവിടെയുണ്ട്. കാരണം അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം 5 ലക്ഷം, ഇപ്പോൾ കലക്ടർ അവരുടെ നിസ്സഹായാവസ്ഥ പരിമിതിയൊക്കെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ ആദ്യ ഗഡു നൽകും, അതിൻ്റെ ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറക്കും. പിന്നീട് ഉള്ള 5 ലക്ഷം സംബന്ധിച്ച് അത് വൈകിയുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഉറപ്പ് നൽകാം, പക്ഷേ അത് പിന്നീട് CCF മുഖേന ലഭ്യമാക്കേണ്ടതാണ്. അതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ജോലിയുടെ കാര്യത്തിൽ താൽക്കാലിക ജോലി നൽകാം, പിന്നീട് സ്ഥിര ജോലി സംബന്ധിച്ച് ശുപാർശ നൽകാം. പക്ഷേ ആ ശുപാർശയിന്മേൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പ് തൽക്കാലം കലക്ടർക്ക് നൽകാനും കഴിയില്ല. അതുകൊണ്ട് കലക്ടർ കഴിയുന്ന കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കൂടുതൽ നഷ്ടപരിഹാരം വേണമെങ്കിൽ അത് മന്ത്രിതലത്തിൽ ഒരു മന്ത്രിതല തീരുമാനമൊക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് തീരുമാനങ്ങളൊക്കെ വരണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കലക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുമായി ഏതായാലും സഹകരിക്കാൻ, അതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അണുനയത്തിന് വഴങ്ങാൻ ഇവിടെയുള്ള നാട്ടുകാർ
ബന്ധുക്കൾ ഇവരൊന്നും തയ്യാറായിട്ടില്ല. അവർ നേരത്തെ നമ്മളോട് സംസാരിച്ച അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരു അംഗത്തിന് സ്ഥിര ജോലി, അവരുടെ കടബാധ്യതയുണ്ട്, ആ കടബാധ്യത എഴുതി തള്ളുന്നതിനുള്ള നിർദ്ദേശവും തീരുമാനവും, അത് ഒപ്പം അദ്ദേഹത്തിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലാണ് അവർ ഉറപ്പുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ കലക്ടർ ലെവലിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകൾ നടക്കട്ടെ, സമയമെടുക്കാം, കാത്തിരിക്കാം, തീരുമാനം പറയണം. അങ്ങനെയെങ്കിൽ 50 ലക്ഷം ആവശ്യപ്പെടുമ്പോൾ ആ ഒരു ലെവലിലേക്ക് തുക ഉയർത്തിക്കൊണ്ട്, അതായത് ഇപ്പോഴുള്ള കോമ്പൻസേഷൻ അനുസരിച്ച് പരമാവധി 10 ലക്ഷം എന്നൊരു തുകയിൽ വഴങ്ങാൻ തയ്യാറല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴും ഈ കോമ്പൗണ്ട്, അതായത് മാനന്തവാടി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ട് പ്രതിഷേധമുഖരിതമാണ്. ആളുകൾ ഇവിടെ തന്നെ തുടരുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അതങ്ങനെ അനിശ്ചിതത്വം അക്കാര്യത്തിൽ തുടരുന്നു. പ്രതിഷേധക്കാർ പിൻവാങ്ങാൻ തയ്യാറുമല്ല. സജോ ദേവസിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്, ആ കുടുംബം ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക അത് 50 ലക്ഷമാണ്. ഒരു 25 ലക്ഷം രൂപ എന്നുള്ള ഉറപ്പ് പോലും നൽകുന്നില്ല. കളക്ടറാണെങ്കിൽ നിസ്സഹായാവസ്ഥ പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന് ആ രീതിയിൽ നിസ്സഹായതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രിയുടെ ഇടപെടലില്ലാത്തതുകൊണ്ടാണെന്ന ശക്തമായ ആരോപണം അവർ ഉന്നയിക്കുന്നുമുണ്ട്. പ്രതിഷേധം അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു. മന്ത്രി പറഞ്ഞ ഒരു കാര്യം, പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത് ഉണ്ടാകുന്നുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായം എന്നുള്ള കാര്യം അത് ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം അടങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ, ആ ദൗത്യമാണ് ഇനി അടുത്തത്. അതിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്നു തന്നെ കുങ്കിയാനകൾ സ്ഥലത്തെത്തി അവിടെ നിന്ന് ആനയെ പിടികൂടാൻ, മയക്കുവെടി വയ്ക്കാനുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു. പക്ഷേ മന്ത്രി സ്ഥലത്തെത്താത്തതിൽ വലിയ പ്രതിഷേധക്കാർ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ പ്രതിഷേധത്തിന് ഒരു തരത്തിലുള്ള ഒരു അയവും വന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്. അവർ ഈ നഷ്ടപരിഹാര തുക കുടുംബത്തിന് നൽകണം. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി, അത് താൽക്കാലികമായി പോരാ. കാരണം മുൻപുണ്ടായ പല അനുഭവങ്ങളിൽ നിന്നും അവർക്ക് ഇത്തരം ഉറപ്പുകളിൽ വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു എന്നുകൂടി നമുക്ക് അവരുടെ പ്രതിഷേധങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ്. തീർച്ചയായും സ്മിത, സജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവർ വ്യക്തമാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക, കാർഷിക വായ്പകളുള്ളത് അത് എഴുതിത്തള്ളാൻ തയ്യാറാവുക, ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുക. അതാണ് ഏറ്റവും പ്രധാനമായി ഈ നാട്ടുകാർ, പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇത്തരത്തിൽ വന്യമൃഗശല്യം. ആ വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ അത്തരത്തിൽ വന്യമൃഗശല്യം ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന ആവശ്യമാണ് നിലവിൽ ഇവിടെ നിന്ന് പ്രധാനമായും ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ആന ഈ മാനന്തവാടി നഗരത്തിലേക്ക് തന്നെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിൽ നിരവധിയായ സംഭവങ്ങൾ ദിനംപ്രതി എന്നോണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതുമാണ്. കടുവയും പുലിയും കാട്ടുപോത്തും കാട്ടാനയും അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകുന്നവരാണ് ഈ വയനാട് ജില്ലയിലെ ജനങ്ങൾ. അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കമുള്ളവർ ഇങ്ങോട്ടെത്തണം എന്നുള്ളൊരാവശ്യം കൂടി ഇവർ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. ജില്ലയുടെ ചുമതല തന്നെയുള്ള മന്ത്രിയാണ് വനം മന്ത്രി. ആ വനം മന്ത്രി ഇങ്ങോട്ടെത്തി കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തണം എന്നുള്ളൊരാവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നും കൂടിയുണ്ട്. കൂടാതെ തന്നെ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ ഈ അജി കൊല്ലപ്പെട്ട സമയം മുതൽ ഇവർ പറയുന്നതാണ്. അത് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ആന സ്വാഭാവികമായും നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ അത് ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ്. ആ സിഗ്നലുകൾ പരിഗണിച്ചുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ട രീതിയിൽ
ഒരു അനൗൺസ്മെന്റ് നടത്താനോ ആ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകാനോ ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ഒരു കർഷകന്റെ ഒരു ആളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് അടക്കം നയിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഈ നാട്ടുകാർ പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ കൽപ്പറ്റ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹവുമായി വലിയ പ്രതിഷേധം സബ് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, അനുനയ ശ്രമങ്ങൾ, അനുനയ ചർച്ചകൾ നടക്കുന്നു. ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകും. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, ഇക്കാര്യങ്ങളിൽ ഉറപ്പ് പറയുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളുകയാണ്. അജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. അതുപോലെ തന്നെ ഇവരുടെ ഈ പ്രശ്നങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവും. റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാനന്തവാടിയിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടിയിൽ റോഡ് ഉപരോധിച്ചു. സബ് കളക്ടർ ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. MLAയും കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും നാട്ടുകാർ തടഞ്ഞു. പോലീസുമായി വാക്കേറ്റമുണ്ടായി. പ്രതിഷേധക്കാരെ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ സമവായമായില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് അവർ. അജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അജീഷിന്റെ മൃതദേഹവുമായാണ് സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ഇടയ്ക്ക് പോലീസുമായി ചില ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും വാക്കുതർക്കങ്ങൾ, അതൊക്കെ ഒരു ചെറിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊക്കെ ഈ പ്രതിഷേധം കടക്കുകയുണ്ടായി. വനം വകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ട്, കൃത്യമായ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, വനം വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം, 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, ഈ 2 കാര്യങ്ങളും ഉറപ്പു നൽകുന്നു. ഇനി വേണ്ടത് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുക. വൈകാരികമായി പ്രതികരിക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ല. ഒപ്പം തന്നെ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ആ ദൗത്യമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ രീതിയിലായിരുന്നു വനം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. സ്മിത, അതേതായാലും ഈ വൈകാരികമായ പ്രതിഷേധം പാടില്ല എന്ന് മന്ത്രിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. മറ്റൊന്ന്, നഷ്ടപരിഹാരത്തിന്റെ താരിഫ് സംബന്ധിച്ചാണ്. അതിന് എന്തായാലും ഇപ്പോഴത്തെ, അതായത് പതിവായി സംഭവിക്കാറുള്ളതാണ്, ഒരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. പിന്നീടുള്ള 5 ലക്ഷം എപ്പോഴെങ്കിലും നൽകും. അതൊക്കെയാണ് പതിവ്. അതേതായാലും അനുവദിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യജീവന് 10 ലക്ഷം രൂപ വിലയിടുന്നത് അംഗീകരിക്കുകയില്ല എന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം മാറ്റി തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സർക്കാർ തലത്തിലൊരു തീരുമാനമെടുത്താൽ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ആ നഷ്ടപരിഹാര തുക ഉയർത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പതിവ് പോലെ 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കും, 5 ലക്ഷം നൽകും. പിന്നീടുള്ള 5 ലക്ഷം പിന്നീട് CCFന്റെ ഫണ്ടിൽ നിന്ന് എപ്പോഴെങ്കിലും നൽകും എന്ന വാദം നിലനിൽക്കുന്നതല്ല എന്നത് വ്യക്തമാണ്. പക്ഷേ കളക്ടർ പറയുന്നത്, കളക്ടർ ലെവലിൽ അങ്ങനെ ഒരു തീരുമാനം 10 ലക്ഷം എന്ന തീരുമാനം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന് ഈ ജോലിയുടെ കാര്യമാണ്. ജോലി ആദ്യം നൽകുക താൽക്കാലിക ജോലിയാണ്, പിന്നീട് അത് സ്ഥിരപ്പെടുത്തി നൽകുക എന്നതിന് ശുപാർശ നൽകാനാണ് കഴിയുക കളക്ടറെ സംബന്ധിച്ചിടത്തോളം. അതിൽ പിന്നീട് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ ആളുകൾ പറയുന്നത് അതിൽ ഒരു ഉറപ്പ് വേണം, സ്ഥിര ജോലിയാണ് ലഭിക്കേണ്ടത്. ഇപ്പോഴും അകത്ത് ഈ ചർച്ചയുടെ ഭാഗമായ ആളുകളൊക്കെ അകത്തുണ്ട്, കളക്ടറുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. സ്ഥിര ജോലി, അതായത് കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിര ജോലി എന്നതാണ് ഒരാവശ്യം. മറ്റൊന്ന് 50 ലക്ഷം നഷ്ടപരിഹാരം. പക്ഷേ അത് അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താം. പക്ഷേ കളക്ടർ പറയുന്നത് 10 ലക്ഷം എന്ന തുകയിൽ, 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ തിങ്കളാഴ്ച ആദ്യ ഗഡു അനുവദിക്കാനുള്ള ഉത്തരവിറക്കും. പിന്നീട് CCFന്റെ ഫണ്ടിൽ നിന്ന് തീരുമാനമെടുത്ത 5 ലക്ഷം രൂപ കൂടി, അതായത് ലഭിക്കാൻ പോകുന്നത് ആകെ 10 ലക്ഷം എന്ന നിലയ്ക്കാണ് പറയുന്നത്. ഒപ്പം ഈ കുടുംബത്തിലെ ഈ അജിയുടെ പേരിലുള്ള കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയുള്ള അത് പരിശോധിക്കുന്ന ഇടപെടൽ നടത്തണമെന്നായിരുന്നു ആവശ്യം. അത് പക്ഷേ പരിശോധിക്കാം എന്നതാണ് കളക്ടർ പറഞ്ഞത്. എങ്ങനെയാണ് ആ കടബാധ്യതകൾ ഉള്ളതെന്നത് പരിശോധിക്കാം എന്ന കാര്യമാണ് കളക്ടർ പറഞ്ഞത്. കളക്ടർ അവരുടെ പരിമിതി അക്കാര്യത്തിൽ നിസ്സഹായത വ്യക്തമാക്കുകയാണ്. മന്ത്രിയും പറയാൻ ശ്രമിക്കുന്നത് 10 ലക്ഷം രൂപ താൽക്കാലിക ജോലി എന്നതൊക്കെയാണ്. പക്ഷേ ഏതായാലും ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാർ, ബന്ധുക്കൾ, അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇതിന് വഴങ്ങുന്നില്ല. അങ്ങനെ ഒരു 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു, അതിൽ 5 ലക്ഷം രൂപ കൊടുക്കുന്നു, താൽക്കാലിക ജോലി കൊടുക്കുന്നു. ഇതൊക്കെ തുച്ഛമായ ഇടപെടലാണ്, തുച്ഛമായ ആശ്വാസ ധനമാണ്, ആശ്വാസ പ്രഖ്യാപനമാണ്. അതുപോരാ. അങ്ങനെ പലപ്പോഴും ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ പ്രഖ്യാപിക്കും, കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കും, ഇത് ആവർത്തിക്കും, അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇക്കാര്യത്തിൽ വനം വകുപ്പ് വീഴ്ചകൾ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, വളരെ ലാഘവത്തോടെ വിഷയത്തെ സമീപിക്കുന്നു. അതുകൊണ്ട് ഇനിയും അത് നടപ്പില്ല. നഷ്ടപരിഹാരം എന്നത് ഈ തുക അനുവദിക്കാനേ കഴിയില്ല. ഒരു മനുഷ്യജീവന് ഇത്രയും തുച്ഛമായ
കണക്കാപ്പിച്ച തുകയാണോ അത് അനുവദിക്കേണ്ടത് തന്നെയാണ് പ്രതിഷേധം സ്വാഭാവികമെന്നൊക്കെ പറയുന്നു മന്ത്രി, ഉറപ്പു നൽകുന്നു. പക്ഷേ പല ഉറപ്പുകളും പാലിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഉറപ്പല്ല, നടപടി തന്നെ വേണം. നഷ്ടപരിഹാരമെങ്കിൽ ആ തുക കൃത്യമായി ലഭിക്കണം. കുടുംബത്തിന് ജോലി, അതിലൊരാൾക്ക് ജോലി എന്ന കാര്യത്തിന് കൃത്യമായ ഉറപ്പ് നൽകണം. ഈ ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. ഇപ്പോൾ വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ അപലപിച്ച് ഒരാൾ കൊല്ലപ്പെടാനിടയായ സാഹചര്യത്തിൽ അപലപിച്ച് വയനാട് MP രാഹുൽ ഗാന്ധി അജീഷിന്റെ മരണം ഞെട്ടിപ്പിക്കുന്നതാണ്, നഷ്ടപ്പെട്ടത് കുടുംബത്തിന്റെ ആശ്രയമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഇടപെടണമെന്നും രാഹുൽ ഗാന്ധി MP ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇന്നും സംഭവിച്ചത് കാണാം. TK റീജിത്ത് ചേരുന്നു. നമസ്കാരം.